മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കുന്നതിന് മുന്നോടിയായുള്ള നാസയുടെ ആർട്ടിമിസ് 2 ദൗത്യം നാളെയാണ്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:54 വിക്ഷേപണം നടക്കും. 2 വട്ടം ഇന്ധന ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ആർട്ടിമിസ് 2 ദൗത്യം ഏപ്രിലേക്ക് മാറ്റിവെച്ചത്. തകരാർ പരിഹരിച്ച SLS റോക്കറ്റ് മാർച്ച് 20 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് പാഡിലേക്ക് മാറ്റിയിരുന്നു. ഡിസംബർ 19 ചന്ദ്രനിലേക്കുള്ള അമേരിക്കയുടെ ഏറ്റവും ഒടുവിലെ അപ്പോളോ ദൗത്യം. 54 വർഷത്തിനു ശേഷമാണ് ചന്ദ്രനിലേക്കുള്ള അടുത്ത ദൗത്യമായ ആർട്ടമിസ് 2. ഈ ദൗത്യത്തിൽ ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രനിൽ കാലുകുത്തില്ലെങ്കിലും ചന്ദ്രനെ വലം വെച്ച് സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തും. 10 ദിവസത്തെ ദൗത്യത്തിൽ 4 ബഹിരാകാശ യാത്രികർ ചന്ദ്രോപരിതലത്തിന് 7600 കിലോമീറ്റർ അടുത്തുവരെ സഞ്ചരിക്കും. റീഡ് വെസ്റ്റ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കൊച്ച്, ജെർമി ഹാൻസൺ എന്നിവരാണ് ആർട്ടമിസ് 2 സഞ്ചാരികൾ. സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റിലാണ് ബഹിരാകാശ യാത്രികർ സഞ്ചരിക്കുന്ന ഓറിയോൺ പേടകം വിക്ഷേപിക്കുന്നത്. റോക്കറ്റിൽ 2 വട്ടം ഇന്ധനച്ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ആർട്ടമിസ് 2 ദൗത്യം ഏപ്രിലിലേക്ക് മാറ്റിയത്. തകരാർ പരിഹരിച്ച SLS റോക്കറ്റ് മാർച്ച് 20 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് പാഡിലേക്ക് മാറ്റിയിരുന്നു. ചന്ദ്രനെ വലയം ചെയ്തതിനു ശേഷം 4 ദിവസം നീളുന്ന യാത്രയ്ക്കൊടുവിലാണ് ഭൂമിയിലെത്തുക. 2028 ആർട്ടമിസ് 4 ദൗത്യത്തിലാണ് മനുഷ്യനെ ചന്ദ്രനിലിറക്കാൻ നാസ പദ്ധതിയിടുന്നത്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.